നമ്മൾ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ പുറത്തറിയുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാറ്. എങ്ങനെയുണ്ട് മൊത്തം ഒരു എക്സ്പീരിയൻസ്? എന്താ തോന്നിയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്താ പറയാ, പഠിക്കണം, അത്രേ ഉള്ളൂ. പഠിച്ചാൽ പിന്നെ ഓക്കെയാണ്. അപ്പോൾ ഒരു ഏവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടക്കും. ആവറേജ് സ്റ്റുഡൻറ് ഒരു കുറച്ച് അബവ് ആവറേജ് ആയിരിക്കും. ബിക്കോസ് ഇത് ഇലിയക്കുള്ള റാങ്കിനുള്ള സാധനം അവിടെ ഉണ്ട്. ഇലിയ ഇപ്പോൾ ടോപ്പാണല്ലോ. ശരിക്കും ജോർജിയയിലെ നമ്പർ 1 ആണ് ഇലിയ റാങ്കിങ്ങിൽ. ഡെഫിനറ്റ്ലി ആ ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഞങ്ങൾ USMLE ബേസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ബുക്ക് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ അതാ തരുന്നത്. പ്രൊഫസേഴ്സ് ഒക്കെ USMLE ഒക്കെ പാസ്സായാൽ, അതായത് നമ്മൾ ഈ നീറ്റിനൊക്കെ പഠിക്കുന്ന പോലെ ഇരുന്ന് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. അതായത് ഇറങ്ങുമ്പോൾ നല്ല ഡോക്ടറായിട്ട് ഇറങ്ങും, പക്ഷേ പഠിക്കണ സമയത്ത് ഇപ്പം അതായത് ഇപ്പം കറൻ്റ്ലി ഇലിയനെ കുറിച്ച് ഇപ്പോൾ അറിയാലോ. ഇത് വെച്ചിട്ട് +2 വരുന്ന സമയത്തായിരുന്നെങ്കിൽ ഇല്ല ചൂസ് ചെയ്യില്ല. എനിക്കറിയാം എന്താണ് കഴിഞ്ഞത്, എന്താണ് ബാക്കിയുള്ളത്. അങ്ങനെ സ്റ്റെപ്പ് വൈസ് പോകുന്നതിനെ കൊണ്ട് ഐ ഫീൽ ലൈക്ക് 6 years will be worth it. ശരിക്കും ഇങ്ങനെ പഠിക്കുന്നത് നമുക്ക് USMLE ഭയങ്കര ഹെൽപ്പ് ചെയ്യുമല്ലോ. കാരണം USMLE എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയല്ലേ, ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് USMLE ഇല്ലല്ലോ. ഇത് ഏതാണെങ്കിലും ഇപ്പോൾ എംബ്രി ആണെങ്കിലും ബാക്കിയുള്ള എക്സാംസ് ആണെങ്കിലും വേറെ ഏത് രാജ്യത്ത് നിന്ന് കുട്ടികളുണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ? കാനഡയിൽ നിന്നൊക്കെ ഒരു കൊച്ചുണ്ട്, ആ കാനഡൻ സിറ്റിസൺ. UK അറബ്സ് അങ്ങനത്തെ. ഇപ്പോൾ ഒരു കുട്ടി വന്നില്ലെങ്കിൽ എല്ലാവരും സഹായിക്കും. ഓക്കെ, ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ്. ഒരു കോമ്പറ്റീഷൻ ഇല്ല, ബിക്കോസ് എവ്രിവൺ ഈസ് ട്രൈങ് ടു ലൈക്ക് നോട്ട് ഫാൾ ഡൗൺ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? അപ്പോൾ നമ്മുടെ കൂടെ എന്നുള്ളത് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിൽ പഠിക്കുന്ന സ്വീറ്റിയും അതുപോലെ തന്നെ കൃപയാണ്. അപ്പോൾ ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിയിലുള്ള കാര്യങ്ങൾ എങ്ങനെയാണ്, അവിടുത്തെ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്ക് ഇവരോട് ചോദിച്ചു നോക്കുക. കാരണം നമ്മൾ പുറത്ത് കാണുന്ന അല്ലെങ്കിൽ പുറത്തറിയുന്ന കാര്യങ്ങളെല്ലാം പലപ്പോഴും യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് എന്തെന്ന് വെച്ചാൽ എന്താണ് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റിൻ്റെ കഥ എന്നുള്ള കേട്ടോ. എങ്ങനെയുണ്ട് മൊത്തം ഒരു എക്സ്പീരിയൻസ്? എന്താ തോന്നിയിട്ടുള്ള യൂണിവേഴ്സിറ്റി എന്താ പറയാ, പഠിക്കണം, അത്രേ ഉള്ളൂ. പഠിച്ചാൽ പിന്നെ ഓക്കെയാണ്. അപ്പോൾ ഒരു ഏവറേജ് സ്റ്റുഡൻറ്റിനെ സംബന്ധിച്ചിടത്തോളം നമുക്ക് ഇലിയ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി നടക്കും. ആവറേജ് സ്റ്റുഡൻറ് ഒരു കുറച്ച് അബവ് ആവറേജ് ആയിരിക്കും. ബിക്കോസ് എന്താ പറയാ, കണ്ടന്റ് കുറേ ഉണ്ട്, ടൈം ഇച്ചിരി ഒരുപാട് പഠിക്കാനുണ്ട്, പക്ഷേ ടൈം ആകെ ഇത്തിരി ഉള്ളൂ. ഫോർ എക്സാമ്പിൾ ഫസ്റ്റ് സെം ഒക്കെ ഓക്കെ ആയിരിക്കും, സെക്കൻഡ് സെം നമുക്ക് പാസ്സായി പോവാം. പിന്നെ തേർഡ് സെമ്മിലോട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് മോഡ്യൂൾ വൈസാണ് വരുന്നത്. അപ്പോൾ ഇപ്പോൾ കാർഡിയോവാസ്കുലർ ഒരു സിസ്റ്റം ഫുൾ ആയിട്ടാണ് വരുന്നത്. ഒരു സിസ്റ്റം ഫുൾ ആയിട്ട് 6 വീക്സിന്റെ ഉള്ളിൽ കംപ്ലീറ്റ് ചെയ്യും അവര്. ഒരു സിസ്റ്റം ഫുൾ. ഓക്കെ, അതിലോ ബയോകെമിസ്ട്രി, അനാട്ടമി എല്ലാം വരും, ഹിസ്റ്റോളജി എല്ലാം വരും. അപ്പോൾ ഇപ്പോൾ 6 മാസത്തിൻ്റെ ഉള്ളിൽ ഞങ്ങൾ കാർഡിയോവാസ്കുലർ, റെസ്പിറേറ്ററി, എൻഡോക്രൈൻ, യൂറോജെനിറ്റൽ, പിന്നെ വേറെ എന്തായിരുന്നു, റെസ്പിറേറ്ററി, എൻഡോക്രൈൻ, യൂറോജെനിറ്റൽ, കാർഡിയോ, ഇതൊക്കെ ഒരു സെമ്മിൻ്റെ ഉള്ളിൽ ഞങ്ങൾ എല്ലാം തീർക്കും 6 മാസത്തിനുള്ളിൽ. എന്താ തോന്നിയിട്ടില്ല? അങ്ങനെ പഠിക്കുന്നത് നല്ലതാണ്, ഗുഡാണ്. നമ്മൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ USMLE ബേസ്ഡ് ആണ് പഠിപ്പിക്കുന്നത്. ഫസ്റ്റ് എയ്ഡ് ബുക്ക് അതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞങ്ങൾ മെറ്റീരിയൽസ് ഒക്കെ അതാ തരുന്നത്. അത് സ്റ്റാൻഡേർഡ് ബുക്സ്, എവരിതിങ് ഈസ് സ്റ്റാൻഡേർഡ് ബുക്സ്. അപ്പോൾ ഞങ്ങൾ ഇവിടെ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈസി ആയിരിക്കും, വാട്ട് എവർ വി വാണ്ട് ടു ടേക്ക്, കുറച്ചുകൂടി ഈസി ആയിരിക്കും. അതായത് ഇറങ്ങുമ്പോൾ നല്ല ഡോക്ടറായിട്ട് ഇറങ്ങും, പക്ഷേ പഠിക്കണ സമയത്ത് ബാക്കിയുള്ളവർ പിന്നെ പാർട്ടികൾക്കും പരിപാടിക്കൊക്കെ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കിയിരിക്കും അല്ലേ? അങ്ങനെ തന്നെയാണ് ശരിക്കും. ഒന്നിനും പോകാൻ പറ്റില്ല. ഇപ്പം നമുക്ക് ഡിസ്ട്രാക്ഷൻസ് ഉണ്ടായി കഴിഞ്ഞാൽ പ്രോഗ്രാംസ് എന്തെങ്കിലും ഉണ്ടോ യൂണിവേഴ്സിറ്റിയിൽ എക്സ്ട്രാ കരിക്കുലർ? ആകെ ഞങ്ങൾ ഇതുവരെ വന്നിട്ട് ഒരു പ്രോഗ്രാം അറ്റൻഡ് ചെയ്തിട്ടുള്ളൂ. അത് ഏത് ഇയറിലായിരുന്നു? എല്ലാ വർഷവും സെപ്റ്റംബറിൽ. അപ്പോൾ ആ ഒരു പ്രോഗ്രാം ഒഴികെ വേറൊന്നും യൂണിവേഴ്സിറ്റിയിൽ ഉണ്ടാവാറില്ല. പിന്നെ ഉണ്ട് ലൈക്ക് ഈ എക്സ്പെരിമെന്റ്സ്, ലൈക്ക് ഇങ്ങനത്തെ എക്സിബിഷൻ സംതിങ് ഉള്ള അങ്ങനത്തെ കാര്യങ്ങളുണ്ട്. നിങ്ങൾ എന്തുകൊണ്ടാണ് ഇലിയ ചൂസ് ചെയ്തത്? ഞങ്ങൾ എങ്ങനെയോ അറിയാതെ ഇപ്പം അതായത് ഇപ്പം കറൻ്റ്ലി ഇലിയനെ കുറിച്ച് ഇപ്പോൾ അറിയാലോ. ഇത് വെച്ചിട്ട് +2 വരുന്ന സമയത്തായിരുന്നെങ്കിൽ ഇലിയ ചൂസ് ചെയ്യില്ല, എടുക്കും. എനിക്ക് തോന്നുന്നു ഈ 6 years ഐ കൻ മേക്ക് ഇറ്റ് വർത്ത് ഇറ്റ്. ഇപ്പൊ ഞാൻ വേറെ യൂണിവേഴ്സിറ്റിയിലാണെങ്കിൽ ചിലപ്പോൾ മേ ബി ലൈക്ക് നമ്മൾ ഇടയ്ക്കൊന്ന് ഡിസ്ട്രാക്ട് ആയി പോയാലും എന്നാലും പാസ് ആവും. അപ്പൊ നമ്മൾ ഇങ്ങനെ വിട്ട് പോകും. ഇതാണെങ്കിൽ കൃത്യമായിട്ട് എനിക്കറിയാം എന്താണ് കഴിഞ്ഞത്, എന്താണ് ബാക്കിയുള്ളത്. അങ്ങനെ സ്റ്റെപ്പ് വൈസ് പോകുന്നതിനെ കൊണ്ട് ഐ ഫീൽ ലൈക്ക് 6 years will be worth it. അതായത് ഈ കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞാലും +2 വരുന്ന സമയത്തായിരുന്നെങ്കിൽ ഇത് എടുക്കുമായിരുന്നു. ഇലിയ യൂണിവേഴ്സിറ്റി ഇപ്പം ഒരു പുതിയ ഒരു സ്റ്റുഡൻറ്റ് ചോദിക്കണം, അപ്പം ഞാൻ ഇലിയ എടുക്കട്ടെ എന്ന്, നിങ്ങളുടെ ഒപ്പീനിയൻ എന്തായിരിക്കും? നല്ലതാണ്. അപ്പൊ എങ്ങനെയുള്ള സ്റ്റുഡൻസിനാണ് അത് ആപ്റ്റ് ആയിരിക്കും? അതായത് എങ്ങനെ ചിന്തിക്കുന്ന കുട്ടികളായിരിക്കണം അങ്ങോട്ടേക്ക് വരേണ്ടത്? ഒരു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഫ്യൂച്ചർ പ്ലാൻ ഉണ്ടാവണം. പിന്നെ എന്താ പറയാ, പഠിക്കാൻ താല്പര്യവും ഇൻട്രസ്റ്റും വേണം.
അതായത് ഫുള്ളി ഇരുന്ന് പഠിപ്പ് എന്നുള്ള രീതിയിൽ വരണം. ഏവറേജ് പഠിക്കുന്ന ഒരു കുട്ടിയാണ്, ഒരു 70 to 80% മാർക്കുള്ളതാണ് പ്ലസ് ടുവിൽ, ഒരു 10th അതുപോലെ തന്നെ മാർക്കുള്ള ഒരു കുട്ടിയാണ്. അവർ ചൂസ് ചെയ്ത് എങ്ങനെ ഉണ്ടാവില്ല? ചൂസ് ചെയ്യുന്നതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷെ നമുക്ക് നമ്മുടേതായ ഒരു ഇത് വേണം. നമ്മൾ പഠിച്ചാൽ പറ്റും എന്നുള്ള രീതിയിലാണെങ്കിൽ കോൺഫിഡൻസ് ആണ്. പിന്നെ ടൈം സ്പെൻഡ് ചെയ്ത് പഠിക്കണം. സ്പെൻഡ് ചെയ്ത് ഇപ്പൊ എന്താ പറയാ, ഒരാൾക്ക് പറ്റൂല എന്നുള്ള രീതിയിലല്ല. ഒരാൾക്ക് മേ ബി 2 hours മതി പഠിക്കാൻ, മറ്റൊരു 4 hours കൊടുത്താൽ you can catch up. പറ്റും. ഓക്കെ ഓക്കെ. So we can dedicate time, then it's fine. അതിനനുസരിച്ച് ഓരോരുത്തരുടെ ക്യാപ്പബിലിറ്റിക്ക് അനുസരിച്ച് അത്രയും സമയം ഇൻവെസ്റ്റ് ചെയ്ത് പഠിക്കണം. ഓക്കെ. ഒരുപാട് മലയാളികളുണ്ട് അവിടെ? വളരെ കുറവാണ്. എത്ര പേരുണ്ടാവും ഏകദേശം? 4-5 പേരെ കണക്കാണ്. 5 പേരേ ഉള്ളൂ. അറബ്സ് ഉണ്ടാവും? അറബ്സോ ഇല്ലെങ്കിൽ ഉണ്ട് അവിടെ? അവരെങ്ങനെ പാസ്സാവുന്നുണ്ടാ? അറബ്സ് പഠിക്കുമോ? ഒട്ടുമിക്ക അറബ്സ് ഒക്കെ പാസ്സാവാറുണ്ട്. വേറെ ഏതാ രാജ്യം കുട്ടികളുണ്ടോ നിങ്ങളുടെ ക്ലാസ്സിൽ തന്നെ? ഈജിപ്ത്. ഇവർ ഫ്രണ്ട്ലി ആണ് എങ്ങനെയാന്ന്? ഇല്ലെങ്കിൽ ഭയങ്കര ലൈക്ക് ക്ലാസ്സിൽ ഇന്ററാക്ഷൻസ് എന്താ പറയാ, നമുക്ക് ഇപ്പോൾ ഒരു കുട്ടി വന്നില്ലെങ്കിൽ എല്ലാവരും സഹായിക്കും. ഓക്കെ, ഇതാണ് പഠിക്കേണ്ടത്, ഇതാണ്. ഒരു കോമ്പറ്റീഷൻ ഇല്ല, ബിക്കോസ് എവ്രി വൺ ഇസ് ട്രൈങ് ടു ലൈക്ക് നോട്ട് fall down, you know. ഓക്കെ. സോ എല്ലാവരും അവിടെ ഇവിടെയൊക്കെ കൈപിടിക്കും. അതായത് നിങ്ങളിപ്പോൾ 4 മലയാളികളാണെങ്കിൽ ബാക്കിയുള്ള കുട്ടികളൊക്കെ എങ്ങനെയാ? ഈ 15 പേരിൽ ബാക്കിയുള്ളൊക്കെ ഏത് രാജ്യത്തിലെ കുട്ടികളാണ്? ഇന്ത്യയിലാണോ? അല്ല, ഞാൻ ചോദിക്കുന്നത് ബാക്കിയുള്ള വേറെ ഏതൊക്കെ ഇന്ത്യൻ സ്റ്റുഡൻസ് തന്നെ ഉണ്ട്? വേറെ നോർത്ത് ഇന്ത്യനിലുള്ള നോർത്ത് ഇന്ത്യൻസ് ഇതിൽ ഞാൻ സൗത്ത് ഇന്ത്യൻസ് ആയിരുന്നു. എൻ്റെ ക്ലാസ്സിൽ പോയ സൗത്ത് ഇന്ത്യൻസ് ഉണ്ട്, തെലങ്കാന, തമിഴ്നാട്, അങ്ങനത്തെ സ്ഥലങ്ങളിൽ നിന്നൊക്കെ. ഇന്റർനാഷണൽ കാനഡയിൽ നിന്നൊക്കെ ഒരു കൊച്ചുണ്ട്. ആ കാനഡൻ സിറ്റിസൺ. ഓക്കെ. കാനഡ സിറ്റിസൺ. എന്തുകൊണ്ട് അവർ ഇവിടെ വന്ന് പഠിക്കണം? എന്താ ചോദിച്ചിട്ടുണ്ടായിരുന്നു? ഞാൻ ജസ്റ്റ് ചോദിക്കുകയാണ്, അറിയാം. വേറെ ഏത് രാജ്യങ്ങളിലുള്ള? യുകെ ഈ GCC കൺട്രീസ് നിന്ന് വരുന്നുണ്ട്. അറബ്സ് അങ്ങനത്തെ മറ്റേ ഈ ദുബായ്, പിന്നെ UAE കൺട്രീസ്, അങ്ങനെ കുറെ പേര് വരും. അവരെല്ലാം പാസ്സാവുന്നുണ്ട്. നിങ്ങൾ അതേ സിലബസ് എല്ലാവരും പഠിക്കണത്? കുറെ പേര് സെൻഡ് ബാക്ക് ആവും. ലൈക്ക് പാസ്സാവുന്നവർ മുന്നോട്ട് വരും, അല്ലെങ്കിൽ അവർ റിപ്പീറ്റ് ചെയ്തിട്ട് കാച്ചപ്പ് ചെയ്യാൻ നോക്കും. ഓക്കെ. ടീച്ചേഴ്സ് ഒക്കെ എങ്ങനെയാ? നല്ല അപ്രോച്ച് ആണോ അല്ലെങ്കിൽ ഭയങ്കര ടഫ് ആണോ ഹാൻഡിൽ ചെയ്യാൻ? പ്രൊഫസേഴ്സ് ഒക്കെ USMLE ഒക്കെ പാസ്സായ ആൾക്കാർ ഫുള്ളും നന്നായിട്ട് പഠിപ്പിക്കുകയൊക്കെ ചെയ്യും. എന്താ ഫെസിലിറ്റീസ് ഒക്കെ ഉണ്ട്. അതാണ് തന്നെ നല്ലതാണ്. പഠിത്തത്തിലൊക്കെ നല്ല ടോപ്പാണ് യൂണിവേഴ്സിറ്റി. അതായത് ഇലിയക്കുള്ള റാങ്കിനുള്ള സാധനം അവിടെ ഉണ്ട്. ഇലിയ ഇപ്പോൾ ടോപ്പാണല്ലോ. ശരിക്കും ജോർജിയയിലെ നമ്പർ 1 ആണ് ഇലിയ റാങ്കിങ്ങിൽ. ഡെഫിനറ്റ്ലി ആ ഒരു സ്റ്റാൻഡേർഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ട്. പ്രൊഫസേഴ്സ് ആയാലും സ്റ്റുഡൻസ് ആയാലും അവർ ചിലപ്പോൾ എക്സാംസ് കുറച്ചുകൂടി ടഫ് ആക്കും, കുട്ടികളെ ഇങ്ങനെ എന്താ പറയുക ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടി. അപ്പോൾ അങ്ങനെ ചീറ്റ് ചെയ്യുന്ന ആൾക്കാർ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ രീതിയിൽ പാസ്സാവുന്ന ആൾക്കാർ ഫിൽറ്റർ ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് അവർ ചില എക്സാംസ് കുറച്ചുകൂടി ടഫ് ആക്കും. അതായത് ഫൈനസ്റ്റ് ഡോക്ടേഴ്സേ പുറത്തിറങ്ങുള്ളൂ. അപ്പോൾ നിങ്ങൾ ടീച്ചേഴ്സൊക്കെ USMLE ഗ്രാജുവേറ്റ് ചെയ്ത ടീച്ചേഴ്സാണ് എല്ലാവരും? അങ്ങനെ തന്നെയാണ്. അപ്പോൾ ഈ ക്ലാസ് എടുക്കുന്ന സമയത്ത് നിങ്ങൾ ഈ ടോപ്പിക്കിന്റെ കൂടെ USMLE ഇങ്ങനെയാണ് വരുന്നത്, അങ്ങനെ USMLE റൗട്ട് ചെയ്യാറുണ്ട് അവർ? ഈ ഫസ്റ്റ് എയ്ഡ് ബുക്ക് ഉണ്ട് ഞങ്ങൾക്ക്. അപ്പോൾ അത് വെച്ച് ആ പിക്ചേഴ്സ് വെച്ചിട്ട് ഫസ്റ്റ് എയ്ഡിന്റെ കേസസ് പുസ്തകത്തിന്റെ പിക്ചേഴ്സ് വെച്ചിട്ടാണ് പോകുന്നത്. എല്ലാ സബ്ജക്റ്റുകളും അങ്ങനെ തന്നെയാണ്. മെയിൻലി ഇപ്പോൾ 3rd സെമ്മിൽ വരുമ്പോഴാണ് അവർ കുറച്ചുകൂടി ഫസ്റ്റ് എയ്ഡ് ഇൻക്ലൂഡ് ചെയ്യാൻ തുടങ്ങിയത്. ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ വരാറുണ്ട് USMLE? വൈഡ് ആയിട്ട് ഡയഗ്നോസിന്റെ ഒക്കെ ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. ഇപ്പോൾ ഞങ്ങൾക്ക് ലൈക്ക് 2 സ്റ്റെപ്പ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരാറുണ്ട്. ലൈക്ക് ഫസ്റ്റ് നമ്മൾ ഡയഗ്നോസ് ചെയ്യണം, അത് കഴിഞ്ഞിട്ടാണ് പിന്നീടുള്ള ക്വസ്റ്റ്യൻസിന് MCQ വെച്ചിട്ട് മാർക്ക് ചെയ്യാൻ പറ്റും. ഡയഗ്നോസിസ് തെറ്റിപ്പോയാലും പിന്നെ MCQ എന്തായാലും പോകും. അപ്പോൾ എല്ലാം കണക്ട് ചെയ്ത് പഠിക്കണം, ഫുള്ള് എല്ലാം കണക്ട് ചെയ്തായിരിക്കണം. ഇപ്പം ഞങ്ങളത് കാർഡിയോവാസ്കുലറിന്റെ ഫൈനൽ അത് ഒരൊറ്റ ദിവസം ഒരൊറ്റ പേപ്പറാണ്. ഈ ഒരു പേപ്പറിൽ ഫിസിയോളജി, ബയോകെമിസ്ട്രി, ഹിസ്റ്റോളജി, കേസസ് എല്ലാം കൂടെ വരികയാണ്. അപ്പൊ നമ്മൾ എല്ലാ സ്ഥലത്തോട്ടും പോകണം. ശരിക്കും ഇങ്ങനെ പഠിക്കുന്നത് നമുക്ക് USMLE ഭയങ്കര ഹെൽപ്പ് ചെയ്യുമല്ലോ. കാരണം USMLE എല്ലാ ക്വസ്റ്റ്യൻസും അങ്ങനെയല്ലേ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് USMLE ഇല്ലല്ലോ. ഇത് ഏതാണെങ്കിലും ഇപ്പോൾ എംബ്രി ആണെങ്കിലും ബാക്കിയുള്ള എക്സാംസ് ആണെങ്കിലും ക്ലാസ് കട്ടാക്കി കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇവിടെ? ക്ലാസ് ഞങ്ങൾക്ക് എല്ലാ ലെക്ചറും കഴിഞ്ഞാൽ നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ ഒരാഴ്ചയിൽ 2 സെമിനാർ ഉണ്ടാവും. അതൊക്കെ മാർക്ക്ഡ് ആണ്. അപ്പൊ ഞങ്ങൾക്ക് ഒരു സെറ്റ് മാർക്ക് ത്രെഷോൾഡ് കിട്ടിയിട്ടില്ലെങ്കിൽ ഫൈനൽ ഒരു സെമിനാറിന് എത്ര മാർക്ക് ഉണ്ടാവുക? ഡിപെൻഡ്സ് ഓൺ ദ സബ്ജക്ട്. 2 ഉണ്ട്, 3 ഉണ്ട്, 1 ഉണ്ട്. അപ്പൊ ഇതിൽ നമുക്ക് ഈ ഫൈനൽ എക്സാം അറ്റൻഡ് ചെയ്യണമെങ്കിൽ എത്ര മാർക്ക് നമ്മൾ എടുക്കണം? 36 എടുക്കണം മൊത്തം. അപ്പൊ ക്ലാസ് അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ ഇത് കിട്ടാനുള്ള ഒരു സാധ്യതയില്ല. 36 വേണം ടോട്ടൽ. അതായത് എത്രയിൽ? 60 ടോട്ടൽ 100 ആണ്. 30 മാർക്സ് ഫൈനൽ മാർക്സ്. ഓക്കെ. പിന്നെ ത്രെഷോൾഡ് കിട്ടേണ്ടത് 30 to 36. 36 കിട്ടിയാൽ ഫൈനൽസിന്റെ ത്രെഷോൾഡ് 15 ആണ് വരുന്നത്. 15 ആണ്. 36 കിട്ടിയാൽ കറക്റ്റ് 15 മതി. അതായത് ഫൈനൽ എക്സാം എത്ര മാർക്കിലാണ്? 30 മാർക്കിലാണ്. 70 മാർക്കോളം ഇന്റേണൽ ആണ്. അതായത് ക്ലാസ്സിലുള്ള പെർഫോമൻസ് ആണ്. അതിൽ പ്രസന്റേഷൻ അങ്ങനെ വരുന്നുണ്ടോ? എത്ര മാർക്ക് പ്രസന്റേഷൻ ഉണ്ടാവാറ്? 10 മാർക്ക് തന്നെയാണ്. അപ്പൊ ഇത് എല്ലാ ക്ലാസ്സും പ്രോപ്പർ ആയിട്ട് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടും? അത് കിട്ടും. ത്രെഷോൾഡ് എന്തായാലും കിട്ടും. പിന്നെ മാർക്ക്, മിഡ് ടേം, ഫൈനൽ അതൊക്കെ
ഡിപ്പെൻസ് ഓൺ യുവർ പ്രിപ്പറേഷൻ. പ്രിപ്പറേഷനാണ്. അപ്പോൾ ഏകദേശം എത്ര സമയം ഒരു ദിവസം സ്പെൻഡ് ചെയ്യായിരിക്കും പഠിക്കാൻ നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് ഒരു 4-5 മിനിമം വേണ്ടി വരും. ഹവേഴ്സാ? ഇപ്പം നീറ്റിനേക്കാൾ കഷ്ടമാണ്. നീറ്റിനേക്കാളും കണ്ടന്റ് കൂടുതലാണ്. അത്യാവശ്യമുണ്ട് എന്ന് വെച്ചാൽ ചില ദിവസങ്ങളിൽ ഞങ്ങൾക്ക് 2 സെമിനാർ ഉണ്ട്. അതും അവര് ബിക്കോസ് ഞാൻ ഇപ്പോൾ 3rd സെമ്മിലാണ്. 3rd സെമ്മിൽ ഞങ്ങൾക്ക് ഇപ്പോൾ റെസ്പിറേറ്ററി ഞങ്ങൾക്ക് ആകെ 4 ആഴ്ചയുള്ളൂ. ഈ റെസ്പിറേറ്ററിയും ഡൈജസ്റ്റീവും കൂടെ ഒരുമിച്ചാണ്. അപ്പോൾ റെസ്പിറേറ്ററി ഡൈജസ്റ്റ് ഒരുമിച്ച് 4 ആഴ്ചയുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് ഓരോ വീക്കിലും ഓരോ ചാപ്റ്റർ കംപ്ലീറ്റ് ആക്കും. ഹിസ്റ്റോളജിയിൽ ഒരു ചാപ്റ്റർ, ബയോകെമിസ്ട്രി ഒരു ചാപ്റ്റർ. അപ്പോൾ എടുത്ത ആഴ്ച ഇതിന്റെ ഒക്കെ എക്സാം ഉണ്ടാവും. അതായത് നമ്മൾ ഈ നീറ്റിനൊക്കെ പഠിക്കുന്ന പോലെ ഇരുന്ന് ഫുള്ളി ഡെഡിക്കേറ്റഡ് ആയിട്ട് പഠിക്കണം. പക്ഷെ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്താണെന്ന് വെച്ചാൽ മൊത്തം ക്ലിയർ ആയി കലക്കി കുടിച്ച് പോകാൻ പറ്റും. വേറെ എന്തെങ്കിലും സമയം കിട്ടുന്നുണ്ട്? അതായത് ഈ പഠിക്കാന്നല്ലാതെ വേറെ എന്തെങ്കിലും സമയം കിട്ടാറുണ്ട് അവിടെ? എത്ര ദിവസം ക്ലാസ് ഉണ്ടാവും ഒരാഴ്ച? ഞങ്ങൾക്ക് സാറ്റർഡേ വരെ ക്ലാസ് ഉണ്ട്, സൺഡേ മാത്രമേ അവധിയുള്ളൂ. അത് 6 ദിവസം ക്ലാസ് ഉണ്ട്. ഒരു ദിവസം എത്ര മണിക്കൂർ ഉണ്ടാവും? ഇപ്പോൾ ലെക്ചർ 2 മണിക്കൂർ, സെമിനാർ 2 മണിക്കൂർ. ഒരു ദിവസം ഓൾമോസ്റ്റ് 2 ക്ലാസ്സസ്. 2 ക്ലാസ്, അതായത് മിനിമം 4 മണിക്കൂർ എന്തായാലും ക്ലാസ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഈ 4 മണിക്കൂർ ക്ലാസ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് ഗ്യാപ്പ് ഉണ്ടാവും. ഒന്ന് കഴിഞ്ഞിട്ട് ഇത്ര ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് അടുത്ത് വരിക. ചിലപ്പോൾ ഒരു 2 മണിക്കൂർ 3 മണിക്കൂർ. അപ്പോൾ എന്ത് ചെയ്യും? റൂമിലേക്ക് തിരിച്ചു വരുമോ? ഇല്ല, നെക്സ്റ്റ് ക്ലാസ്സിന് പഠിക്കും. അടുത്ത ക്ലാസ്സിന് വേണ്ടി പഠിക്കും. അപ്പോൾ ഇത് കണ്ടിന്യൂസ് ഒരു പ്രോസസ്സാണ്. അപ്പോൾ 4 മണിക്കൂർ ക്ലാസ് ആണെങ്കിൽ 8 മണിക്കൂർ ദിവസം പഠിക്കും. അങ്ങനെയല്ല, ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ 2 സെറ്റ് ക്ലാസ്സസ് ഉണ്ടാവും. രാവിലെ അനാറ്റമി, പിന്നെ ഒരു 2-3 മണിക്കൂർ ഗ്യാപ്പ് ഉണ്ടാവും, പിന്നെ ഹിസ്റ്റോളജി. അപ്പോൾ ആ ഹിസ്റ്റോളജി സെമിനാറിന് വേണ്ടിയിട്ട് ആ 2-3 ഗ്യാപ്പിന് പഠിക്കും. അപ്പോൾ ഇത് എവിടെ ഇരിക്കുക? ലൈബ്രറിയിലാണോ? കഫ്റ്റീരിയ? ലൈബ്രറിയിലാണ്. അവിടെ ഇംഗ്ലീഷ് ബുക്സ് ഒക്കെ ഉണ്ടോ ലൈബ്രറിയിൽ? പഠിക്കുന്ന ബുക്സ് ഒക്കെ ഉണ്ട്. അല്ലാണ്ട് സ്റ്റോറി ബുക്സ് അങ്ങനെയൊന്നുമില്ല. അല്ല, ഞാൻ ചോദിച്ചു ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ള മെഡിസിൻ്റെ പുസ്തകങ്ങളുണ്ടോ? കാരണം പല യൂണിവേഴ്സിറ്റിയിലും ഞാൻ ഈ ജോർജിയനാണ് കണ്ടേക്കുന്നത്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ഉണ്ട്. ഞങ്ങൾക്ക് സെം മൊത്തമായിട്ട് എടുക്കാം. ഇപ്പോൾ എനിക്ക് ഗൈഡൻ വേണമെങ്കിൽ ഐ കൻ ടേക്ക് ഇറ്റ് ഫ്രം ദ ലൈബ്രറി ഫോർ 6 months. അതിന് എക്സ്ട്രാ പേയ്മെന്റ് ഉണ്ടോ? ഇല്ല. എടുക്കാം, തിരിച്ചു വെച്ചാൽ മതി. അങ്ങനെ ഒരു മേ ബി ഒരു 50-60 കോപ്പീസ് ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കുട്ടികളെടുത്ത്. പിന്നെ വേറെ എങ്ങനെ, അതായത് ഈ സെമിനാർസും ലെക്ചേഴ്സും സെപ്പറേറ്റ് ആണ്. അപ്പോൾ ഈ ലെക്ചേഴ്സിൽ എങ്ങനെയാണ് ക്ലാസ് ഉണ്ടാവും? അതായത് ലെക്ചറിൽ ജസ്റ്റ് PPT തന്നിട്ട് ഇങ്ങനെ ജസ്റ്റ് PPT സ്ലൈഡ് വായിച്ചു നോക്കാണോ, അല്ലെങ്കിൽ നല്ല ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമോ? I think it depends on the professor. ചില എന്താ പറയുക സബ്ജക്ട്സ് ഇറ്റ് ഡസന്റ് റിയലി ഒരു എക്സ്പ്ലനേഷൻ്റെ ആവശ്യമില്ല. നമുക്ക് തന്നെ ടെക്സ്റ്റ് ബുക്ക് വെച്ചിട്ടാണ് പഠിപ്പിച്ചിരുന്നത്. ഇപ്പം ഞങ്ങള് സെക്കൻഡ് സെമസ്റ്ററിൽ ഗൈഡൻ ബുക്കാണ് ഫോളോ ചെയ്തത്. അപ്പോൾ ഒരു ഗൈഡൻ ബുക്കിൽ ഓക്കെ ഈ പാരഗ്രാഫ് ഇതാണ് നിങ്ങൾ ഇതിലെ മെയിൻ പോയിന്റ് പഠിക്കേണ്ടത്, മെയിൻ കോൺസെപ്റ്റ്സ് ഞങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യും. ഇപ്പം ഞങ്ങൾ ഫിസിയോളജിയിൽ പഠിക്കുന്നത് കോൺസ്റ്റൻസോ എന്ന് വെച്ചൊരു ബുക്കാണ്. അപ്പോൾ അവർ ഓരോ ബുക്കിലും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ്സ് ആ പേജ് വെച്ചിട്ട് പറഞ്ഞുതരും. സെമിനാറിന് അതേ കാര്യങ്ങളായിരിക്കും ഞങ്ങളടുത്ത് ചോദിക്കുക. ഞങ്ങൾക്ക് കൃത്യമായിട്ട് അറിയാം എന്താ പഠിക്കണ്ടേ, എന്താ പഠിക്കേണ്ടാത്ത, ഏത് കോൺസെപ്റ്റ്സ് ആണ് ഞങ്ങൾ കുറച്ചുകൂടി കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. ക്ലിനിക്കൽസ് ഞങ്ങൾക്ക് ഇപ്പോഴല്ല, ഒരു 6th സെമസ്റ്ററിലാണ്. അപ്പോൾ അതായത് ഇപ്പം നമുക്ക് ഈ മാൻകിൻസിലോ അങ്ങനെ എന്തെങ്കിലും പ്രൊസീജിയേഴ്സോ നഴ്സിംഗ് അങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടോ? ക്ലിനിക്കൽസ് ഞങ്ങൾ എന്താ പറയുക യൂണിവേഴ്സിറ്റിയിൽ തന്നെ ഒരു ചെറിയൊരു ഭാഗമുണ്ട് ക്ലിനിക്കൽസ് ആയിട്ട് ബന്ധപ്പെടുന്ന. അതായത് നമ്മുടെ മെയിൻ ബിൽഡിങ്ങിന്റെ അപ്പുറത്തെ സൈഡിലുള്ള ആ ഒരു ബിൽഡിങ്ങിന്റെ ഏറ്റവും ടോപ്പ് ബ്ലോക്കിലല്ലേ? അപ്പോൾ അതിൽ എന്തൊക്കെയാണ് ചെയ്യണം നമുക്ക്? ഞങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് സെം മുതലായിരുന്നു അല്ലേ? അവിടെ ഫുള്ള് അനാറ്റമി ബേസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. സെക്കൻഡ് സെമ്മിൽ ഞങ്ങൾക്ക് ക്ലിനിക്കൽസ് ഫുള്ള് അവിടെയായിരുന്നു. തേർഡ് സെമ്മിൽ ക്ലിനിക്കൽസ് ഇല്ല. എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത്? എന്തൊക്കെയാണ് നമുക്ക് ക്ലിനിക്കൽസിൽ? CPR, ഇഞ്ചക്ഷൻ, അതൊക്കെ ബാൻഡേജ്, നഴ്സിംഗ് പ്രൊസീജിയേഴ്സ് ഒക്കെ അതിൽ കംപ്ലീറ്റ് ആവും. പിന്നെ നിങ്ങൾക്ക് ഏറ്റവും ടഫായിട്ട് തോന്നിയ സബ്ജക്ട് ഏതാ? എല്ലാം ടഫ്. ഇപ്പോൾ കാർഡിയോവാസ്കുലറിലാണെങ്കിൽ ഫിസിയോളജി ടഫാണ്, ബയോകെമിസ്ട്രി ടഫാണ്, മൈക്രോബയോളജി ഉണ്ട് ഇപ്പോൾ, അതും ടഫാണ്. എല്ലാം നമ്മൾ കുത്തിയിരുന്ന് പഠിച്ചാൽ ഓക്കെയാണ്. ടൈം ഈസ് വെരി ലിമിറ്റഡ്. അപ്പോൾ നമ്മൾ പഠിച്ചേ പറ്റും. ഓക്കെ. അപ്പോൾ ഈ വീക്ക്ലി എക്സാമിന് ഫെയിൽ ആയി കഴിഞ്ഞാൽ റീടേക്ക് എടുക്കണം? വീക്കിലി എക്സാമിനില്ല, വീക്ക്ലി ഇല്ല, ഫൈനൽ എക്സാം. അതായത് അതിൻ്റെ ഇടയ്ക്ക് മൊഡ്യൂൾ എക്സാം ഇല്ലേ? മിഡ് ടേം. അതിന് ചിലതിനൊന്നും ത്രെഷോൾഡ് ഇല്ല. എത്ര മാർക്ക് കിട്ടിയാലും കുഴപ്പമില്ല. ഫൈനൽ എക്സാം ആണ് അപ്പോൾ മെയിൻ എക്സാം. അപ്പോൾ ഫൈനൽ എക്സാം എലിജിബിൾ ആവണമെങ്കിൽ ക്ലാസ്സിലെ പെർഫോമൻസ് വേണം. അതിനൊരു 36 മാർക്ക് ഉണ്ടെങ്കിലാണ് നമ്മൾ ഫൈനൽ എക്സാമിന് എലിജിബിൾ ആവുക. ഫൈനൽ എക്സാം പാസ്സായാലാണ് നമ്മൾ മുന്നോട്ടേക്ക് പോകുള്ളൂ. അത് ഫെയിൽ ആയാലും റീടേക്ക് ഉണ്ട്, റീടേക്ക് ഓപ്ഷൻ ഉണ്ട്. റീടേക്ക് ഫെയിൽ ആയാലും സെം ബാക്ക് ആവും. അല്ലാണ്ട് ആ സബ്ജക്റ്റ് ഒന്നുകൂടി ആ സബ്ജക്റ്റ് മാത്രം. അപ്പോൾ ഇയർ ഫുള്ള് പോവുകയും ചെയ്തില്ല, നമുക്ക് അടുത്ത ഇയറിലേക്ക് പോകാൻ പറ്റുമോ? നെക്സ്റ്റ് ഇയറിലേക്ക് പോവാം. വേറെ കുറേ സബ്ജക്ട്സ് നമുക്ക് എടുക്കാം. അതെടുക്കാം, പക്ഷേ ഈ സബ്ജക്റ്റ് അതിന്റെ കൂടെ പോകണം. പിന്നെ ഈ സബ്ജക്റ്റ് പ്രീ റിക്വസൈറ്റ് ആയിട്ടുള്ള അതെടുക്കാൻ പറ്റില്ല, ഫാർമോ കിട്ടൂല. ഓക്കെ. പ്രീ റിക്വസൈറ്റ് ആയിട്ടുള്ള സബ്ജക്റ്റുകൾ ഏതെങ്കിലും ഉണ്ടെങ്കിൽ, അതായത് അടുത്ത സെമസ്റ്ററിൽ ഇതുമായിട്ട് കണക്ട് ചെയ്ത് വരുന്ന സബ്ജക്റ്റ് ഉണ്ടെങ്കിൽ
മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല. പിന്നെ ഞങ്ങൾക്ക് സമ്മർ കോഴ്സസ് ഉണ്ട്. ഇപ്പൊ ഞാൻ ഒരു സബ്ജക്റ്റിൽ ഫെയിൽ ആയാല് ആ ഒരു സമ്മർ ഗ്യാപ്പ് ഉണ്ടാവില്ല, 2 months. ആ 2 months നമുക്ക് പക്ഷേ എക്സ്ട്രാ പേയ്മെന്റ് ആണത്. ഓക്കെ, ആ വെക്കേഷന്റെ സമയത്ത് 2 months എക്സ്ട്രാ പേയ്മെന്റ് കൊടുത്തിരിക്കാം. ആ ഒരു 2 months കഴിയുമ്പോൾ തന്നെ എക്സാം എഴുതി പാസ് ആവാൻ പറ്റുമോ? യെസ്, പാസ് ആവുകയാണെങ്കിൽ നമുക്ക് കണ്ടിന്യൂ നമ്മളെ പിയേഴ്സിന്റെ കൂടെ തന്നെ എത്തും, അല്ലെങ്കിൽ ഒന്നുകൂടി എടുക്കണം. ഓക്കെ, എന്താ നിങ്ങളുടെ പ്ലാൻ ഇനി മുന്നോട്ടേക്ക്? എന്താ ഇപ്പോൾ ഇത്രയും അല്ല, നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു ഐഡിയ ഇട്ടുണ്ടാവില്ല, അതായത് ഇങ്ങനെ പോയാന്നുള്ളത്? അങ്ങനെ ഇപ്പോൾ അവര് എനിക്ക് പേഴ്സണലി നാട്ടിലത്തെ എക്സാം എഴുതിയെടുക്കണം എന്നാണ്. FMG ഓർ നെക്സ്റ്റ് അതെ അതിനുശേഷം പോകണം എന്നുള്ളതാണ്. ഓക്കെ, പക്ഷേ ഒരു സേഫ് സോണിലാണ്. whatever I want to do I can do it. ഓക്കെ, അത്രയും അവിടുന്ന് കിട്ടണുണ്ട്, യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടണുണ്ട്. ഓക്കെ, ഈ ടീച്ചേഴ്സ് എന്തെങ്കിലും ഇങ്ങനെയാണ് നിങ്ങളുടെ ഹോസ്പിറ്റലിൽ ക്ലിനിക്കൽസ് ഉണ്ടാവുക, അങ്ങനെ എന്തെങ്കിലും ക്ലിനിക്കൽസിന്റെ കാര്യങ്ങൾ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടായിരുന്നു മുന്നോട്ടേക്ക്? ഇല്ല, ഇപ്പൊ ഞങ്ങൾക്ക് പറഞ്ഞിട്ടില്ല. ഈ ഫാർമ പാത്ത് ഒക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഞങ്ങൾക്ക് ഇനി അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് കിട്ടുക. നമുക്ക് പോകാൻ സമയമില്ല, ഒരു 8 മണിക്ക് ഒരു പരിപാടി ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ പിടിച്ചിരുത്തിയിരിക്കണം. അപ്പോൾ ഇപ്പോൾ ചിലപ്പോൾ മിക്കവാറും ഇത് കഴിഞ്ഞാൽ. അപ്പോൾ ലാസ്റ്റ് ക്വസ്റ്റ്യൻ, അതായത് ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് എടുക്കുന്നതിൻ്റെ മുന്നേ, യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യുന്നതിൻ്റെ മുന്നേ എന്തെങ്കിലും ഒരു കാര്യം നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് തോന്നിയ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടോ? അല്ലെങ്കിൽ ആരെങ്കിലും ബാക്കിയുള്ളവർ അറിയണം, അല്ലെങ്കിൽ ഞങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ നന്നായിരുന്നു എന്നുള്ള രീതിയിൽ തോന്നിയിട്ടുള്ള എന്തെങ്കിലും? എല്ലാം കൊണ്ടും നല്ലൊരു യൂണിവേഴ്സിറ്റി ആണ്, പ്രത്യേകിച്ച് നെഗറ്റീവ് സൈഡൊന്നും ഇതുവരെ തോന്നിയിട്ടില്ല. ഒന്നും തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പോൾ ഇലിയ യൂണിവേഴ്സിറ്റിനെ കുറിച്ചിട്ട് നമുക്ക് പറയാനുള്ള കാര്യങ്ങൾ കുറേ കാര്യങ്ങളോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അവരും തിരക്കാണ്, അപ്പോൾ അതുകൊണ്ടാണ് നമുക്ക് ഒരുപാട് ഡീപ്പായിട്ട് പോകാൻ പറ്റാത്തത്. അപ്പോൾ നിങ്ങൾക്ക് ഇലിയ യൂണിവേഴ്സിറ്റിനെ കുറിച്ച് അറിയണമെങ്കിൽ സ്വീറ്റനെ കണക്ട് ചെയ്യാനുള്ള ലിങ്ക് ഞാൻ താഴെ കൊടുക്കുക. അപ്പോൾ സ്വീറ്റനെ കണക്ട് ചെയ്ത് സ്വീറ്റനോടും അതേപോലെ തന്നെ കൃപനോടും സംസാരിച്ച് നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തിട്ട് നിങ്ങൾക്ക് എന്തെന്ന് വെച്ചാൽ ഇലിയ യൂണിവേഴ്സിറ്റി ചൂസ് ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും ബെസ്റ്റ് ഓഫ് ലക്ക്. അപ്പോൾ നിങ്ങൾ ഇത്രയും സമയം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തതിന് ഭയങ്കര നന്ദിയുണ്ട്. എനിക്കിങ്ങനെ ഈ ഫോർമലായിട്ട് നന്ദി പറയുന്നത് ഭയങ്കര ചടപ്പാണ്, അതുകൊണ്ടാണ്. അപ്പോൾ ഓക്കെ, ബൈ.